ഇന്ത്യ എന്താണ്? പഴയ ഇന്ത്യ അല്ല, പുതിയ ഇന്ത്യ. സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ ആയുധ നിർമ്മാണത്തിൽ അത് സൂക്ഷ്മതയോട് ഉപയോഗിക്കുന്നതിൽ ആയുധങ്ങളുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ 65-ൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ പാകിസ്ഥാൻ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ഉണ്ടായിരുന്നു, ടാങ്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രയോഗിക്കാനുള്ള വൈമാനികരോ അല്ലെങ്കിൽ സൈനികരോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ സാബർ ജെറ്റ് ഉപയോഗിച്ച് യുദ്ധത്തിന് വന്നപ്പോൾ നമ്മൾ നാറ്റും വാമ്പയറും ഉപയോഗിച്ച് അവരെ തടഞ്ഞു നിർത്തുകയും തകർക്കുകയും ചെയ്തു. പാകിസ്ഥാൻ അന്നും ഇത് പാറ്റൻ ടാങ്ക് ഉണ്ടായിരുന്നു. നമുക്ക് ഷെർമാൻ, സെഞ്ചൂറിയൻ എന്നൊക്കെ പറഞ്ഞ ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയ കാലഹരണപ്പെട്ട ടാങ്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതുപയോഗിച്ച് നമ്മളവരെ തടഞ്ഞു നിർത്തി. അത് പഴയ കഥയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇന്ത്യയുടെ സാങ്കേതികമായിട്ടുള്ള പുരോഗതി, നമ്മൾ വിദേശത്തു നിന്ന് വാങ്ങിച്ചതും നമ്മുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ചെടുത്തതുമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ, പ്രത്യേകിച്ച് ബ്രഹ്മോസ് മുതലായ മിസൈലുകൾ, അതിൻ്റെ ആക്കുറസി എത്ര സൂക്ഷ്മതയോട്ടാണ്, എത്ര കൃത്യമായിട്ടാണ് നമ്മളത് ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ സൈനിക സന്നാഹങ്ങൾ തകർത്തത്. അങ്ങനെ ഇന്ത്യ ഒരു വലിയ ലോകശക്തിയായിട്ട് മാറി എന്ന് ഈ ഏറ്റുമുട്ടൽ ഒരിക്കൽ കൂടി തെളിയിച്ചു.